മലയാള ചലച്ചിത്ര ചരിത്രത്തിൽ സുവർണ അക്ഷരങ്ങളാൽ എഴുതപ്പെട്ട പ്രേക്ഷക മനസ്സുകളിൽ ഇന്നും വിങ്ങലായി അവശേഷിക്കുന്ന നിത്യഹരിത ചിത്രമാണ് കിരീടം. റിലീസ് ചെയ്ത് 37 വർഷങ്ങൾ പിന്നിടുമ്പോഴും സേതുമാധവന്റെയും അച്യുതൻ നായരുടെയും കഥ മലയാളിക്ക് വെറും ഒരു സിനിമാ കാഴ്ചയല്ല, മറിച്ച് സ്വന്തം ജീവിതത്തിന്റെ തന്നെ ഭാഗമാണ്. ഇപ്പോൾ ഇതാ ആധുനിക 4K ദൃശ്യമികവിലും ഡോൾബി അറ്റ്മോസ് ശബ്ദ സംവിധാനത്തിലും കിരീടം വീണ്ടും തിയേറ്ററുകളിലേക്ക് പുനർജനിക്കാൻ ഒരുങ്ങുകയാണ്. ചിത്രത്തിന്റെ റീ റിലീസിന് മുന്നോടിയായി നടന്ന പ്രദർശനത്തിന് ശേഷം ആരാധകരെയും മാധ്യമങ്ങളെയും അഭിസംബോധന ചെയ്ത വിശ്വനടൻ മോഹൻലാൽ തന്റെ 48 വർഷത്തെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും തനിക്ക് ആദ്യമായി ദേശീയ ചലച്ചിത്ര പുരസ്കാരം നേടിത്തന്നതുമായ ഈ മാസ്റ്റർ പീസ് വീണ്ടും സ്ക്രീനിൽ കണ്ടപ്പോൾ വികാരഭരിതനായി കണ്ണു നിറഞ്ഞു. 37 വർഷങ്ങൾക്ക് മുൻപ് ക്യാമറയ്ക്ക് മുന്നിൽ തനിക്കൊപ്പം ജീവിച്ചു തീർത്ത പ്രിയപ്പെട്ട സഹപ്രവർത്തകരിൽ പലരും ഇന്ന് ജീവനോടെ ഇല്ല എന്ന യാഥാർത്ഥ്യം അദ്ദേഹത്തെ ഏറെ വേദനിപ്പിച്ചു എന്ന് താരം വ്യക്തമാക്കി. ചിത്രത്തിന്റെ സംവിധായകൻ സിബി മലയിലിനോട് എക്കാലവുമുള്ള വലിയ നന്ദി രേഖപ്പെടുത്തുകയും തന്റെ രണ്ടാമത്തെ ദേശീയ പുരസ്കാരവും സിബിയുടെ സിനിമയിലൂടെ തന്നെ ആയിരുന്നു എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. തിലകൻ എന്ന മഹാനടൻ അനശ്വരമാക്കിയ അച്യുതൻ നായർ എന്ന പോലീസുകാരനായ അച്ഛൻ കഥാപാത്രവും മോഹൻലാലും തമ്മിലുള്ള കോമ്പിനേഷൻ രംഗങ്ങളും, അടുത്തിടെ വിട്ടുപിരിഞ്ഞ വില്ലൻ കഥാപാത്രം കീരിക്കാടൻ ജോസും, കോമഡിയും ഗൗരവവും ഒരുപോലെ കൈകാര്യം ചെയ്ത മാമു കോയ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, കൊച്ചിൻ ഹനീഫ, കുണ്ടറ ജോണി, കനകലത, മുരളി, തിക്കുറിശി സുകുമാരൻ നായർ, കവിയൂർ പൊന്നമ്മ, ഫിലോമിന, ശ്രീനാഥ് തുടങ്ങിയ വലിയൊരു താരനിരയുടെ സാന്നിധ്യവും സ്ക്രീനിൽ കണ്ടപ്പോൾ തിയേറ്ററുകളിൽ ഉണ്ടായിരുന്നവരുടെ കണ്ണുകൾ ഈറനണിഞ്ഞിരുന്നു. ഒരു സാധാരണക്കാരനായ യുവാവ് അവിചാരിതമായ ഒരു ഗുണ്ടയെ നേരിടേണ്ടി വരുന്നതും തുടർന്ന് സമൂഹം അയാളെ ഒരു ക്രിമിനലായി മുദ്രകുത്തി അയാളുടെ ജീവിതവും സ്വപ്നങ്ങളും തകർക്കുന്നതുമായുള്ള ഇതിവൃത്തം ലോഹിതദാസിന്റെ അതിശക്തമായ തിരക്കഥയിലൂടെയും സിബി മലയന്റെ ദീർഘവീക്ഷണത്തോടെയുള്ള സംവിധാനത്തിലൂടെയും ഒരു കാലഘട്ടത്തിന്റെ പ്രതീകമായി മാറിയപ്പോൾ ചിത്രത്തിന്റെ വിഷ്വലുകൾ മനോഹരമാക്കിയ എസ് കുമാറും ചിത്ര സംയോജനം നിർവഹിച്ച എൽ ഭൂമിനാഥനും അന്തരിച്ച പ്രശസ്ത സംഗീത സംവിധായകൻ ജോൺസൺ മാസ്റ്റർ ഈണം നൽകിയ കണ്ണീർ പൂവിന്റെ കവിളിൽ തലോടി എന്ന നിത്യഹരിത ഗാനവും കിരീടത്തെ മലയാളിക്ക് വെറും ഒരു സിനിമാ കാഴ്ചയല്ലാതെ സ്വന്തം ജീവിതത്തിന്റെ തന്നെ ഭാഗമാക്കി മാറ്റിയിരുന്നു. നാഷണൽ ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷനുമായി സഹകരിച്ച് 7 ആർട്സ് ഇന്റർനാഷണൽ ലിമിറ്റഡ് തിയേറ്ററുകളിൽ എത്തിക്കുന്ന ഈ ചിത്രം കൃപ ഫിലിംസിന്റെ ബാനറിൽ N കൃഷ്ണകുമാറും ദിനേശ് പണിക്കരും ചേർന്നാണ് അന്ന് നിർമ്മിച്ചത്. വർഷങ്ങൾക്കിപ്പുറം പുതിയ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ റീമാസ്റ്റർ ചെയ്ത ചിത്രം ഈ വരുന്ന വെള്ളിയാഴ്ച മുതൽ പ്രേക്ഷകർക്ക് മുന്നിലെത്തുമ്പോൾ പഴയ തലമുറയ്ക്ക് ഓർമ്മകൾ പുതുക്കാനും പുതിയ തലമുറയ്ക്ക് മലയാള സിനിമയുടെ സുവർണ കാലഘട്ടത്തിലെ ഒരു മാസ്റ്റർ പീസ് തിയേറ്റർ അന്തരീക്ഷത്തിൽ തന്നെ അനുഭവിച്ചറിയാനും വലിയൊരു അവസരമാണ് ഇതൊരുക്കുന്നത്.